നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളൊരു പാർട്ടി, മത്സരിച്ച എല്ലാ സീറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് 22 സീറ്റ് നേടിക്കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചൊരു പാർട്ടി, ഭൂരിപക്ഷത്തിലും 2, 3, 4 സ്ഥാനങ്ങളൊക്കെ കരസ്ഥമാക്കിക്കൊണ്ട് വലിയ രീതിയിൽ 1/4 കോടിക്ക് മുകളിൽ വോട്ടുകൾ വാങ്ങിക്കൊണ്ട്, ജനപിന്തുണ വാങ്ങിക്കൊണ്ട് ഏറ്റവും കൂടുതൽ തിളക്കം നേടിയ ഒരു പാർട്ടിയെ നോക്കിക്കൊണ്ട് സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു അവസരവാദി, തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ മാളത്തിൽ ഒളിച്ചിരുന്ന ഇത്തരത്തിലുള്ള വിഷപ്പാമ്പുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF വിജയിച്ചപ്പോൾ UDFിൻ്റെ തന്ത ചമയാൻ തൽക്കാലം വരേണ്ട ആവശ്യമില്ല. ഇലക്ഷൻ വരെ UDFന് അനുകൂലമായി യാതൊരു തരത്തിലുള്ള നിലപാട് പോലും എടുക്കാതെ ഒളിഞ്ഞും തെളിഞ്ഞും UDFനെയും അതിൻ്റെ നേതാക്കന്മാരെയും ആക്രമിച്ചു കൊണ്ടിരുന്ന ഒരു സമുദായ നേതാവ് ഇങ്ങനെ പച്ചക്ക് വർഗീയത പറയുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തൽക്കാലം സൗകര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള വർഗീയവാദികളെയൊക്കെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടാണ് മതേതര കേരളം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇത്രയും വലിയ ഒരു മികച്ച ലീഡ്, മികച്ച ഒരു സീറ്റ് നില നേടിക്കൊടുത്തത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത് എന്നാണ്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്രയും കാലം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും അത് തുടരും. അതിന് തൻ്റെയൊന്നും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ലീഗ് വിദ്യാഭ്യാസ മന്ത്രി കൈകാര്യം ചെയ്തതിന് ശേഷമാണ് കേരളത്തിൽ ആദ്യമായി ഒരു സംസ്കൃത സർവകലാശാല കൊണ്ടുവന്നത്. ഭാഷാപിതാവിൻ്റെ പേരിൽ ഒരു മലയാള സർവകലാശാല സാധ്യമാക്കിയത്. മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗ് നേതാക്കന്മാർ നിരന്തരം കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളൊക്കെ ബന്ധപ്പെടുന്നത് ലീഗിൻ്റെ അഭിപ്രായം തേടാനാണ്. അതല്ലാതെ ഏതെങ്കിലും സമുദായ നേതാക്കന്മാരുടെ അഭിപ്രായമല്ല അവർ തേടുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി ദയവ് ചെയ്ത് ഈ പരിസരത്തേക്ക് കടന്നു വരരുത്. ഇവിടെ UDFിൻ്റെ കാര്യം തീരുമാനിക്കാൻ UDFിൻ്റെ നട്ടെല്ലായിട്ടുള്ള മുസ്ലിം ലീഗും അതുപോലെ തന്നെ താഹയ്ക്കിടയിൽ രാവിലെ പകലാക്കി പണിയെടുത്ത് UDF പ്രവർത്തകരൊക്കെയുണ്ട്. മതനിരപേക്ഷ കേരളത്തിന് ഏറ്റവും കൂടുതൽ തുല്യതയില്ലാത്ത സംഭാവനകൾ അർപ്പിച്ചൊരു പാർട്ടിയാണ് ലീഗ്. ആ ലീഗിനെ നോക്കി താങ്കൾ കുറുക്കൻ ഊരിയിടുന്നത് പോലെ ഊരിയിട്ട് കഴിഞ്ഞാൽ അതൊന്നും തകരാൻ പോകുന്നില്ല.